ജോജി ചേട്ടന്റെ ക്യാരക്ടറിന്റെ പേര് ജോജി എന്നാണോ? അല്ലല്ല. അയ്യോ, അപ്പൊ അതൊക്കെ ഭയങ്കര സസ്പെൻസ് ആയിട്ട് നിൽക്കുക. അതൊക്കെ സിനിമയിൽ അറിഞ്ഞാൽ മതി. മറന്നുപോയെന്ന് പറയാൻ പറ്റില്ലോ. അനന്തരവനാ, എന്റെ അനന്തരവനാ. കണ്ടാലും പറയത്തില്ലേ? അതെങ്ങനെ പറയാൻ? അനന്തരവൻ ചുമ്മാ ഇരുന്ന് അടിക്കുക. ഞങ്ങളുടെ വീട്ടിലെ കേട്ടോ സുരേന്ദ്ര പണിക്ക് ചേച്ചിയുണ്ട്. അപ്പൊ ഈ ചരമക്കോളം ഇങ്ങനെ കണ്ടിട്ട് അവര് കണ്ടാൽ മരിച്ചതെന്ന് തോന്നുന്നില്ല. രമേശനൊരു ഇൻഭക്തന. തിലകൻ മുമ്പ് പറഞ്ഞ പേരുകളൊക്കെ ശ്രദ്ധിച്ചു. തിലകൻ ഇൻ, സത്യൻ ഇൻ, ശിവാജി ഗണേശൻ ഇൻ, ഇത് രമേശൻ ഇന്ന. പുള്ളി ഇന്നുള്ള കേസ് പിടിക്കുള്ളൂ. നന്നായിട്ട് വെന്തില്ല എന്നാലും കുഴപ്പമില്ല, കഴിക്കാം. ജോയിച്ചേട്ടന്റെ ആക്സിഡന്റ് സിനിമയിലേക്ക് വന്നതാണ്. അതായത് നമ്മള് അസിസ്റ്റന്റ് ഡയറക്ഷൻ ഒക്കെ ചേട്ടന്റെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഫോണുള്ള ഒരു വാട്സപ്പ് കൊച്ചു മാന്യന്മാർ. പിള്ളേരുടെ നേഴ്സറി പഠിക്കുന്ന പിള്ളേർ. ഇന്നലെ ഞാൻ പുള്ളിയുടെ വീട്ടിലോട്ട് വന്നിട്ട് ലൊക്കേഷൻ എന്താ ചേട്ടാന്ന് പറഞ്ഞു. 1 മണിക്കൂർ ഞാൻ ലൊക്കേഷൻ തരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് വണ്ടി റിട്ടേൺ അടിക്കാൻ കഴിഞ്ഞു. ഞാൻ പിന്നെ പെട്ടെന്ന് നോക്കി വേളാങ്കണ്ണി പള്ളി. ആരോ പുള്ളിക്ക് അയച്ചു കൊടുത്ത് എനിക്ക് ഫോർവേഡ് ചെയ്തു. ഇതാണ് ഇവർക്കൊക്കെ എത്ര ബുദ്ധിമുട്ടെന്ന് പറയുന്ന കാര്യം. ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ലൊക്കേഷൻ നോക്കി ഇവിടെ വരും. മറ്റേത് അങ്ങനെയല്ല, ഓരോ സ്ഥലത്ത് ചോദിച്ച് ഈ കോട്ടയം രമേശിന്റെ വീട്ടിലേക്ക് പോകുന്നതില്ല. കോട്ടയം രമേശിലേക്ക് ഞാൻ ഇന്നലെ വന്നപ്പോ വഴി കിടന്നവരാണ് കോട്ടയം രമേശ് ഞാനാ വീടാ ഞാനും നോക്കുന്നത്. അപ്പൊ അവരടുത്ത് നോക്കും, അല്ലെങ്കിൽ ജമിനിയോട് ചോദിക്കും. അപ്പൊ ജമിനിയോട് ചോദിച്ചു കാവാലം സാറിന്റെ കവിതയാണത്. അപ്പം കാവാലം സാറിന്റെ നാടകത്തെ കുറിച്ചും 1-2 ഇടങ്ങളുള്ളത് കാണാനൊക്കെ കുട്ടിക്കാലത്ത് സാധിക്കുന്നതാണ്. അപ്പോൾ കാവാലം സാറിന്റെ കവിതകൾക്ക് ചുവട് വയ്ക്കുക എന്നൊക്കെ പറയുന്ന ആലങ്കാരികാരി പറഞ്ഞാൽ അതൊക്കെ വലിയ ഭാഗ്യമാണ്. ഏറ്റവും ആ രീതിയിൽ ഞങ്ങൾ വളരെയധികം പ്രിവിലേജാണ്. ആ പാട്ട് കാവാലം സാറിന്റെ പാട്ടിന് ഞങ്ങൾ പിന്നെ കഥകളിയൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അപ്പം ഈ ഒരു പെർഫോമൻസ് മാത്രമല്ല, മൊത്തത്തില്. ഹായ്, ഹലോ, നമസ്കാരം, സ്വാഗതം. സത്യത്തിൽ സംഭവിച്ചത് എന്താണ്? സത്യത്തിൽ സംഭവിച്ചത് ജൂൺ 19-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന സത്യത്തിൽ സംഭവിച്ചത് സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളുമായി എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ശ്രീകാന്ത് ഏട്ടൻ, രമേശ് ഏട്ടൻ ആൻഡ് ജോസ് ഏട്ടൻ. വെൽക്കം ടു ദി ഷോ. ഹായ് ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ സത്യത്തിൽ സംഭവിച്ചത് സിനിമയുടെ വിശേഷം പറയാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ രമേശ് ഏട്ടനെ സംബന്ധിച്ച് ഇതൊരു എക്സ്ട്രാ ഒരു പരിപാടി കൂടെ ആണ്. കാരണം ഫസ്റ്റ് ടൈം ആസ് എ പ്രൊഡ്യൂസർ പറയൂ സിനിമയെ കുറിച്ച്. അതായത് നമ്മൾ മനുഷ്യന്റെ ജീവിതത്തിലല്ല നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരിതുണ്ട്. ഏത് കള്ളനും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് സംഭവിച്ച കാര്യങ്ങളുടെ സത്യം അറിയാൻ വേണ്ടി ആഗ്രഹിക്കും. അതിന് ഒരു ഭയമുള്ള ആളുകളുണ്ടാവും, അതിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ടാവും. സത്യം പറഞ്ഞാൽ പേടിക്കുകയും സത്യം അറിഞ്ഞാൽ ജീവിതം തന്നെ രക്ഷപ്പെട്ടു എന്നുള്ള ഒരിക്കലും ഇല്ലാത്ത സന്തോഷം ഒരേ സംഭവത്തിന് തന്നെ ഉണ്ടാകുന്നത്. ഇതാണ് ആ പടത്തിന്റെ ആകത്തോക്കം. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? അപ്പൊ അത് എന്താ സംഭവിച്ചതെന്നുള്ളത് 19-ാം തീയതി നമുക്കറിയാം. അപ്പൊ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാന്ന് പറയാം. ശ്രീകാന്തായിട്ട് വേറൊരു ഒരു എന്താ പറയാ, ഒരു മേക്ക് ഓവർ പോലെ അല്ലേ? അതായത് ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ അത് പ്രശാന്തിന്റെ സംവിധായകന്റെ ധൈര്യമാണ്. പിന്നെ എന്താ പറയുക, ഇവരൊക്കെ ആയിട്ടെടുത്ത ചാലഞ്ചാണ്. രമേശ് ചേട്ടനും കൂട്ടുവേഷം ചെയ്ത രമേശ് ചേട്ടനും ജോലി, ഞങ്ങളാണ് മുഴുവൻ സമയമുള്ള കോമ്പിനേഷൻ. അപ്പൊ ഞങ്ങളങ്ങോട്ടും കൂടും പരസ്പരം കൊണ്ടും കൊടുത്തും സംഭവിച്ചൊരു സിനിമയാണ്. ക്യാമറ നമ്മളിപ്പോഴും ഒരു ഭയപ്പാടോടുകൂടിയാണല്ലോ കാണുന്നത്. ഒരുമിച്ചുള്ള ഞങ്ങളുടെ ഒരു യാത്രയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ക്യാരക്ടറിന്റെ പേര് ജോജി എന്നാണോ? അല്ലല്ല. അയ്യോ, അപ്പൊ അതൊക്കെ ഭയങ്കര സസ്പെൻസ് ആയിട്ട് നിൽക്കുക. അതൊക്കെ സിനിമയിൽ അറിഞ്ഞാൽ മതി. മറന്നുപോയെന്ന് പറയാൻ പറ്റില്ലോ.
പ്രശാന്ത് ക്യാരക്ടറിന്റെ പേരെന്താ പ്രശാന്ത്? എന്റെ ഡേവിസ്. ആ ഡേവിസ് എന്നാണ്. അല്ല മറന്നു പോകും, കാരണം എന്റെ എത്ര സിനിമയാണ് എന്റെ അനന്തരവനാ. ഓക്കെ. കണ്ടാലും പറയത്തില്ലേ? ആ പറയും. അതെങ്ങനെ പറയാം? അനന്തരവൻ ചുമ്മാ ഇരുന്ന് അടിക്കുക. സന്തോഷായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത്ര വലിയ നന്നായി നമ്മുടെ ഞങ്ങളുടെ വീട്ടിലെ കേട്ടോ സുരേന്ദ്ര പണിക്ക് ചേച്ചിയുണ്ട്. അപ്പൊ ഈ ചരമക്കോളം ഇങ്ങനെ കണ്ടിട്ട് അവര് കണ്ടാൽ മരിച്ചാന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നത് ചുമ്മാ അടിക്കോളൂ. കണ്ടാലും പറഞ്ഞാലും പറയുള്ളൂ. ചേട്ടന്റെ മുഖത്ത് സന്തോഷം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് 3 കിണറ് കുത്തുകാരായ 3-4 പേര് 4-5 പേരുണ്ട്. 5 പേരും കിണറുമായി ബന്ധപ്പെട്ട ഒരു യാത്രയാണ്. അതിനിടയ്ക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് സത്യത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ. സോ ജോയി ചേട്ടൻ, ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ജോയി ചേട്ടന്റെ സിനിമയുടെ ക്യാരക്ടറിന്റെ പേര് ഇത് തന്നെയാണോ? ജോയി ചേട്ടനെ സംബന്ധിച്ച് ആദ്യം അഭിനയിച്ച സിനിമയുടെ ക്യാരക്ടറിന്റെ പേര്, സിനിമയുടെ പേര്, അത് കഴിഞ്ഞ് 2ാമത് അഭിനയിച്ച സിനിമ, 3ാമത് അഭിനയിച്ച സിനിമ. സോ ചേട്ടൻ എന്താ തോന്നുന്നു? ചേട്ടൻ ഇപ്പം അതിനുശേഷം ആദ്യം അഭിനയിച്ച സിനിമയുടെ ടൈറ്റിലാണ്, ക്യാരക്ടർ അല്ല. പിന്നീട് പല സിനിമകളിലും എന്റെ പേര് ബ്രോഡാഡിയിൽ ജോജിയായിരുന്നു, സൗദി വെള്ളക്കായാലും ജോജി. അങ്ങനെ അപൂർവമായിട്ട് സംഭവിച്ചു പോയ കാര്യമാണ്. ഇതില് ഡേവിസ് ആണ്, ഒരു കിണർ പണിക്കാരനാണ്. ഞങ്ങളെയൊക്കെ കണ്ടാൽ കിണർ കുത്തുകാരാണെന്ന് കണ്ടാൽ പറയുന്ന തരത്തിലാണ് ഞങ്ങൾ ആ കിണർ കുത്തിയിട്ടുള്ളത്. അതാണ് ആക്ടിങ്. ഓക്കെ. അപ്പൊ ശ്രീകാന്ത് ഏട്ടാ, ഞാനൊരു സോങ് സീക്വൻസ് കണ്ടു. അതായത് ഇത് ഇന്ന് റിലീസ് ആവാൻ പോകുന്ന സീക്വൻസ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ 3 പേരും കൂടെ ഉള്ള ഭയങ്കര ഒരു പെർഫോമൻസിന്റെ സീക്വൻസ്. ശ്രീകാന്ത് ഏട്ടൻ ഒരു കഥകളി ആർട്ടിസ്റ്റ് ആണല്ലോ, ട്രെയിൻഡ് കഥകളി ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒക്കെ എനിക്കൊരു ചെറിയ നമ്മുടെ ആ ഒരു ട്രെയിൻഡ് ആർട്ടിസ്റ്റ് ഒന്ന് പുറത്തെടുക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയാണോ? ഇത്രയും കാലം കൊണ്ടു നടന്ന വലിയൊരു കെട്ട് ഇപ്പോഴാണ് അത് അഴിച്ച് വിതരണം ചെയ്യാൻ പറ്റുന്നത്. ശ്രീകാന്തേട്ടൻ കത്തി വേഷത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. സ്വന്തം വേഷം തന്നെ. ഞാൻ വിചാരിച്ചു വേഷം കത്തി പോകാൻ. ശരിക്കും കാവാലം സാറിന്റെ കവിതയാണത്. അപ്പം കാവാലം സാറിന്റെ നാടകത്തെ കുറിച്ചും 1-2 കാണാനൊക്കെ കുട്ടിക്കാലത്ത് സാധിക്കുകയുള്ളതാണ് ഞാൻ. അപ്പോൾ കാവാലം സാറിന്റെ കവിതകൾക്ക് ചുവട് വയ്ക്കുക എന്നൊക്കെ പറയുന്ന ആലങ്കാരികാരി പറഞ്ഞാൽ അതൊക്കെ വലിയ ഭാഗ്യമാണ്. അത് ഏറ്റവും ആ രീതിയിൽ ഞങ്ങൾ വളരെയധികം പ്രിവിലേജാണ്. ആ പാട്ട്, കാവാലം സാറിന്റെ പാട്ടിന് ഞങ്ങൾ 3 പിന്നെ കഥകളിയൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അപ്പം ഈ ഒരു പെർഫോമൻസ് മാത്രമല്ല, മൊത്തത്തില് എൻ്റെ ഒരു കരിയറിന് അത്തരത്തിലുള്ളൊരു ഗുരു ഗുരുവിൻ്റെ ഗുരുമുഖത്ത് പഠിച്ചപ്പോൾ ഉണ്ടായതിൻ്റെ പ്രയോജനങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രത്യേകിച്ചും താളവും ശ്രീനിധി കണ്ടു എന്ന് പറയുന്ന പോലെ ആ സീക്വൻസ് ഒക്കെ നമുക്ക് കഥകളിയിൽ നിന്ന് തന്നെ കഥകളിയുടെ ഒരു സപ്പോർട്ടിലാണ് നമ്മളത് ചെയ്തത്. നിങ്ങൾ 3 പേരും കൂടി ഇരിക്കുമ്പോൾ ഒരു വൈബുണ്ട്. ഈ വൈബ് ആ സോങ് ഷൂട്ടിങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്തും ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. അത് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഞങ്ങള് സമയത്ത് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരുമ്പോഴും അത് ഹാപ്പി ആയിട്ട് അങ്ങനെ വളരെ യാത്രയും സിനിമയിൽ മാത്രമല്ല ഷൂട്ടിങ് കഴിഞ്ഞാലും തിരിച്ചു മുറിയിലേക്ക് പോകാനും ഒരുമിച്ച് താമസവും ഒക്കെ എപ്പോഴും ഒരുമിച്ചായിരുന്നു. അതിനെ കുറിച്ചാണ് ഞങ്ങൾ 3 പേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. രാവിലെ പോലും വരലും ഒക്കെ ഒരുമിച്ചിരിക്കുക. അപ്പൊ ആ ഒരു ആ ഒരു രസതന്ത്രം ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമ. ഓക്കെ. സോ രമേശ് ചേട്ടന്റെ ഒരു ഇന്റർവ്യൂവിന്റെ താഴത്തെ ഒരു കമന്റ് ഞാൻ കണ്ടതാണ്. രമേശ് ചേട്ടൻ ഇനി എത്ര സിനിമയിൽ അഭിനയിച്ചാലും നിങ്ങൾക്ക് ഇനി ഓസ്കർ കിട്ടിയാലും ഞങ്ങൾക്ക് നിങ്ങൾ ഉപ്പും മുളകിലെ മാധവനമ്മയാണ് എന്ന് പറയും. അപ്പൊ നമ്മൾ സീരിയൽസിൽ അഭിനയിക്കുന്നു, അത് കഴിഞ്ഞ് സിറ്റ് കോംസിൽ അഭിനയിക്കുന്നു, പിന്നെ സിനിമയിലേക്ക് വരുന്നു. പക്ഷെ എന്നാലും നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ക്യാരക്ടറിന്റെ ഒരു റെക്കഗ്നീഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ബ്ലെസ്ഡ് ഫീൽ അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ട് പ്രേക്ഷകർ കണ്ട് മനസ്സിലാക്കി അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നി. അങ്ങനെ നമുക്ക് അതുകൊണ്ട് ജീവിതത്തിൽ തന്നെ ഇനി സാമ്പത്തികം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 4 പേര് അറിയപ്പെടുക, അല്ല ലോകം അറിയപ്പെടുക, നമ്മുടെ നാട്ടിലുള്ളവർ അറിയപ്പെടുക, പിന്നെ അത് അടുത്ത നാട്ടുകാരറിയുക, പിന്നെ അടുത്ത ജില്ലക്കാരറിയുക, പിന്നെ അടുത്ത സംസ്ഥാനക്കാരറിയുക, പിന്നെ അങ്ങനെ അടുത്ത രാജ്യക്കാരറിയുക. ഇതാണ് ഒരു ക്ലാസ് ലീഡറായിട്ട് വരുന്നൊരു കുട്ടിക്കാണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആണ് പരമാവധി അവൻ്റെ ഒരു ലക്ഷ്യമെങ്കിൽ അവനാരോടും പറയണമെന്നൊന്നുമില്ല. എന്ന് പറയുന്ന പോലെ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു
കലാകാരനായിട്ട് വരണം എന്നും നമ്മുടെ ആഗ്രഹത്തോട് ഉഗാണ്ടയിൽ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. അല്ല ആയിക്കോട്ടെ, അത് വേണം. അങ്ങനെ ഇല്ലെങ്കിൽ അവിടെ വേണം. ചന്ദ്രനിലുണ്ടെങ്കിൽ അവിടെ ഒരു ഇത് വേണം എന്ന് ആഗ്രഹിക്കും. ആഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും നിയന്ത്രണമില്ലാത്ത അല്ലെങ്കിൽ അന്തമില്ലാത്ത ഒരു ചിന്തയാണ്. ഈ സിനിമയുടെ തീമും പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞോണ്ട് പറയാം. ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെയും ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്കും ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ആഗ്രഹങ്ങളുള്ളവരാ, അതിഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരാ. അപ്പൊ അവരുടെ മാനിഫെസ്റ്റേഷൻ അത് സത്യമാവുകയും അത് സത്യമാണെന്ന് അവർ സംശയിക്കുകയും അതിന്റെ ഒരു യാത്രയുമാണ് ഈ സിനിമയിലൂടെ സംഭവിക്കുന്നത്. ഈ സിനിമയിൽ ഞാനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഞാൻ പറയട്ടെ നമ്മളൊരു സംഭവമായിരിക്കും. അല്ലല്ല, ഈ സിനിമ പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഈ സിനിമ ഉണ്ടായത് തന്നെ താൻ കാരണമാണെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ? ഇല്ല, ഞാൻ യോജിക്കുന്നു 101%. പക്ഷെ കറങ്ങി തിരിച്ചു വരുമ്പോൾ തന്നിലേക്ക് വരുന്നത് അതെ അതെ അവിടെയാണ് അത് അതാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കരമായിട്ടുള്ള ബന്ധമുണ്ട്. അതെ, ഞാനത് എന്താന്ന് പറഞ്ഞോട്ടെ. അല്ല, ഞാൻ പറയാം. പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനം ഈ സിനിമയുടെ താനുമായിട്ട് ബന്ധമുണ്ട്. അതെ അതെ അതായത് തന്നെയാണ്. അതെ, ഈ സിനിമ ത്രൂ ഔട്ട് പോകുന്നത് ഒരു നിധി കണ്ടുപിടിക്കാനായിട്ടാണ് ഇവര്. അപ്പൊ ഞാൻ എന്റെ പേര് വെച്ചിട്ട് ഞാൻ വെറുതെ ഒരു ചളി അടിച്ചു. ചേട്ടൻ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞ കോമഡിയെക്കാളും നല്ലതായിരുന്നു. അവിടെ വെച്ച് പറഞ്ഞതിനേക്കാളും നല്ലതായിരുന്നു. ഞാനേ എന്നറിയോ, അതങ്ങ് പറയുന്നത് കോമഡി ആയി മാറുന്നതാ, അല്ല കോമഡി അടിക്കാൻ വേണ്ടി. പരമ്പരാഗതമായിട്ട് അങ്ങനെയാണ്. പിന്നെ ചേട്ടന്റെ ചിരി കാണുമ്പോ പിന്നെ നമ്മളും ചിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ശ്രീകാന്തന്റെ നേരത്തെ കോസ്റ്റ്യൂം ആയിരുന്നുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂസിനൊക്കെ വരുമ്പോ ബാക്ക് ടു ബാക്ക് നമ്മൾ പ്രൊമോഷൻസിന് വരുമ്പോൾ ഇന്റർവ്യൂസ് കൊടുക്കണമല്ലോ. അപ്പൊ നിങ്ങൾ എത്ര കോസ്റ്റ്യൂം ഒക്കെ ഉണ്ടാവുക? ഞാനൊരു 5-6 ഷർട്ടൊക്കെ കൊണ്ടുവരാറുണ്ട്. ഓക്കെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 8 or 9 ഡ്രസ്സ് മാറിയിട്ടുണ്ട് ദൃഢത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ഞാൻ ഒരു ഡ്രസ് ആയിട്ടുള്ള തീരുമാനിച്ചു. ഇങ്ങനെ പൊസിഷൻ മാറിയിരിക്കും. ഇത് തന്നെ ആണല്ലോ, അത് താനല്ലയോ ഇത് എന്ന് കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് ഫുൾ ഡ്രസ് ഒക്കെ ആയിട്ട് വന്നിട്ട് അത്രയും ഡ്രസ് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഒരു സങ്കടം ഉണ്ടാവാറുണ്ടോ? ഇതുവരെ അങ്ങനെ സംഘടിക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല, ബാക്ക് ടു ബാക്ക് എങ്ങനെയെങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഇത് അലക്കുന്ന പരിപാടി പുള്ളിക്കാരി അത് കുറിച്ചുള്ള വഴക്കല്ലേ പറയുള്ളൂ, അവളുടെ ജോലി പറയും. നമുക്ക് രമേശ് ചേട്ടനെ കാണുമ്പോഴേ എന്റെ ദൈവമേ, ഒരു വലിയ ഭാഗ്യമാണത്. പക്ഷെ അതിന് നമ്മൾ ഒരിക്കലും അർഹനാണോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരു ഭാഗ്യമാണ് അങ്ങനെ വിചാരിക്കുക. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നവരോട് എനിക്ക് ഒരു വൈരാഗ്യവും ഇല്ല, അവരോട് സ്നേഹവും ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് ഒരുപാട് 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 മേലിലാണ്. നമുക്ക് അവിടെ ഒരിക്കലും എത്താൻ കഴിയില്ല എന്ന് കരുതിയിട്ടല്ല, അങ്ങനെ എത്താൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പണ്ട് മുതലേ ഞാൻ ഈ മലയാള സിനിമയിലെ ലെജൻഡുകളായ ആക്ടേഴ്സിനോട് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട്. ചെറുപ്പത്തിൽ പോലെ ഒന്നും അഭിനയം എന്താണെന്നോ അല്ലെ നടൻ എന്താണെന്നോ അറിയാൻ വയ്യാത്ത സമയത്ത് പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടം സത്യമാഷിയായിരുന്നു മലയാളത്തിൽ. പിന്നീട് ഞാൻ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് സത്യമാഷ് ഇത്രയും ഒരു ചക്രവർത്തിയാണെന്നുള്ളവർ അറിയുന്നത്. അപ്പം നമ്മുടെ ആ കണക്കൂടെ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് തമിഴിൽ ശിവാജി ഗണേശൻ. പക്ഷെ പിന്നീട് നമ്മൾ കുറച്ചുകൂടെ അറിഞ്ഞ് കഴിയുമ്പോഴത്തേനും MGRന്റെ കുറച്ചുകൂടെ ലൈവായിട്ട് ചെയ്യുന്ന ആള് MGR ആണ് പിന്നീട്. പക്ഷെ എന്ന് കരുതി ഒരിക്കലും ശിവാജി ഗണേശൻ ചെയ്യുന്ന ചില വേഷങ്ങൾ ഇപ്പം നവരാത്രിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലോകത്തൊരു നടനിൽ ഇന്നുവരെ അതുപോലെ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഒരേ ഇതിൽ തന്നെ 9 വേഷങ്ങൾ ചെയ്ത് അതിനാണ് പുള്ളിക്ക് ഫ്രഞ്ച് ഗവൺമെൻറ് ശൗര്യാർ പട്ടം കൊടുത്തത് ആ ആക്ട് കണ്ടിട്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള നടന്മാർ ഉണ്ടല്ലോ. അപ്പം ഇവരെയൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്. രമേശൻ ഒരു ഭക്തനാണ്. തിലകൻ മുമ്പ് പറഞ്ഞ പേരുകളൊക്കെ ശ്രദ്ധിച്ചു. തിലകൻ ഇൻ, സത്യൻ ഇൻ, ശിവാജി ഗണേശൻ ഇൻ, ഇത് രമേശൻ പുള്ളി ഇന്നുള്ള കേസ് പിടിക്കുകയാണ്. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ ജോയിച്ചേട്ടൻ തന്നെ ചിരിച്ചോളൂ. അല്ല, ഹിന്ദിയിലേക്ക് പോയാൽ ഇൻ മാറിയിട്ട് ഇറാകും. ദിലീപ് കുമാർ, സഞ്ജീവ് കുമാർ ഇറിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ജോയിച്ചേട്ടാ
ജോയ് ചേട്ടൻ ആക്സിഡന്റലി സിനിമയിലേക്ക് വന്നതാണ്. അതായത് നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ഷൻ ഒക്കെ ആയിട്ട് അത് ആക്സിഡന്റ് ഞാൻ അറിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് സംഭവം. ആക്സിഡന്റലി എന്റെ അമ്മേ. ഞാൻ വിചാരിച്ചേ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കണം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. ഇത് ഭയങ്കര വൈബായി. ഓക്കെ, അപ്പൊ ആക്സിഡന്റലി അബദ്ധവശാൽ സിനിമയിൽ, അല്ലെങ്കിൽ അബദ്ധവശാലെന്നല്ല, ആയിട്ട് യാദൃശ്ചികമായി സിനിമയിൽ അതാണ്. അതാണ് അതിന്റെ ശരിക്കുള്ള ഇപ്പോഴും ഡിറക്ഷൻ മോഹം മനസ്സിലുണ്ടോ? ആക്ടിങ് ഫുൾ ഓൺ ആക്ടിങ് പരിപാടിയായിട്ട് ഇല്ല, ആഗ്രഹം ഉണ്ട്. നടപടിയാകുന്നതിലേക്കുള്ള ശ്രമങ്ങൾ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. ഓക്കെ, ജോയ് ചേട്ടന്റെ ഫ്രണ്ട് ദിലീഷ് ചേട്ടനുണ്ടല്ലോ ഇതില്. അതെ, ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒന്ന് പറയുമോ? ഞങ്ങള് ദിലീഷ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത്, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഒരേ സമയത്ത് കണ്ടുമുട്ടിയ 2 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സാണ്. പിന്നെ അന്ന് മുതലുള്ള ആ സൗഹൃദം വളർന്നു വലുതായി. ഞാൻ ബന്ധം ഇന്നും അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നു. ഞങ്ങളെപ്പോഴും വിളിക്കാറുള്ള 2 സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഡയറക്ടർ നമ്മുടെ പ്രശാന്ത് ഏട്ടനൊക്കെ സംസാരിച്ച സമയത്ത് പ്രശാന്ത് ഏട്ടൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടെ ബേസിക്കലി നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ആ ഒരു ഫ്രണ്ട്സ് സോണിന്ന് ക്രിയേറ്റ് ചെയ്ത സിനിമയാണ്. ഇപ്പം ദിലീഷ് ചേട്ടനെ ആണെങ്കിലും ഒക്കെ പ്രശാന്ത് ഏട്ടന്റെ കൂടെ പഠിച്ചതാണെന്ന് പറഞ്ഞു. ജൂനിയറാണ് അല്ലേ? പഠിച്ചതാണെന്ന് പറയാം. അപ്പം അവർ സ്കൂൾ ഐ മീൻ ഒന്നിച്ച് പഠിച്ച ബാച്ച്മേറ്റ്സ് ആണ്. പിന്നെ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സ് ആണ്. അപ്പം ഒരു കൂട്ടായ്മയിൽ ഉണ്ടായ ഒരു സിനിമ എന്ന് പറയാം അല്ലേ? ശരിക്കും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അല്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ, ഒരുപാട് വിഷമങ്ങളുടെ ഒക്കെ, പ്രശ്നങ്ങളുടെ ഒക്കെ ഇതുണ്ടായിട്ടുണ്ട്. പക്ഷെ സിനിമ തുടങ്ങി ഷൂട്ട് കഴിഞ്ഞ് തീരുന്നിടം വരെ ഹാപ്പി ആയിരുന്നു. അതായത് കഷ്ടപ്പാടിനെ കുറിച്ചൊന്നും പ്രേക്ഷകരുടെ ഭാഗത്തിലല്ല, അവർക്ക് അറിയുകയും വേണം അത്ര കണ്ട് കഷ്ടപ്പെട്ടു എന്നുള്ളത്. പക്ഷെ അത് ഇതിനുള്ളിൽ പ്രവർത്തിച്ചവർക്കുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ വളരെ ഒരിക്കലും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സിനിമ മൗണ്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിനിമ അവിടെ എത്തിയാണ്. ഇപ്പൊ ഈ സിനിമയിൽ തന്നെ നമുക്ക് പോസ്റ്റേഴ്സ് കാണുമ്പോൾ പറയാം, ഇനിയും ഇവിടെ ഞങ്ങൾ മുന്നേറുള്ളൂ, ധാരാളം ആർട്ടിസ്റ്റുകളുണ്ട്. ഫേമസ് ആയിട്ടുള്ള പ്രത്യേക സാഹചര്യത്തിൽ പോകുന്നൊന്നും എത്താൻ പറ്റാതെ പോയതാണ്. ഇതിന്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിന് നേരത്തെ പറഞ്ഞ ആ സുഹൃത്ത് ബന്ധവും ഒക്കെ വലിയ ഫാക്ടറാണ്. അപ്പൊ ഈ സിനിമ സംഭവിച്ചത് അങ്ങനെയാണ്. എന്താ പറയാ, വലിയ വളരെ തിരക്കുള്ള താരങ്ങൾ വേണമെങ്കിൽ പോത്തനാട്ടിൽ ഏറ്റവും ആ സമയത്ത് തിരക്കുണ്ടായിട്ടാണ്. പക്ഷെ ആ സമയത്ത് സമയം കണ്ടെത്തി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. 10-12 ദിവസം പോത്തനുണ്ടായിരുന്നു. ഞങ്ങളുടെ കോമ്പിനേഷൻസിൽ 5-6 ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ എന്താ പറയുക, ഇതിന്റെ ഒരു പ്രോസസ്. സിനിമ റിലീസായതിനു ശേഷം സിനിമയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ വേറെ. പക്ഷെ ആ പ്രോസസ്സിൽ ഈ പറയുന്ന ഫാക്ടർ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ പറയുന്ന ബന്ധങ്ങൾ. ജോണി ആന്റണി സാറാണെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹവും നല്ല തിരക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പം വരേണ്ടതാണ്. ഒരു രീതിയിലും പുള്ളിക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെയല്ല, ഓരോ സിനിമകളും കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ബന്ധങ്ങൾ, ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് പുതിയ പുതിയ ബന്ധങ്ങളാണ്. അപ്പൊ ഞങ്ങളൊക്കെ ആ കാര്യത്തിൽ ഭയങ്കര നിശ്ചാണ്, എപ്പോഴും കണക്റ്റഡ് ആണ്. ഒരുപക്ഷെ ഈ സിനിമ ഒരു കാരണമാണ് പല ബന്ധങ്ങൾ ഉണ്ടാവാനായിട്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ഈ സിനിമയുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതായത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഏറ്റവും ആക്റ്റീവ് ആരാ? ജോയിച്ചേട്ടാണ്. ഈ സിനിമയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആവുന്നേ ഉള്ളൂ. നമ്മുടെ പ്രൊമോഷൻസിന് വേണ്ടി മാത്രമാണ് ഇപ്പൊ ആ ഗ്രൂപ്പ് ഉള്ളത്. മറ്റേ സുഹൃത്ത് ബന്ധം ഉറപ്പിക്കാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. റിലീസ് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ഷെയറിംഗും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടത്തോടുകൂടി എല്ലാം ശരിയാവും. നിങ്ങൾ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഏതാ? ഞങ്ങളുടെ എന്റേതോ? ചേട്ടന്റെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഫോണുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൊച്ചു മാന്യന്മാർ. പിള്ളേരുടെ നഴ്സറി പഠിക്കുന്ന പിള്ളേരുടെ അല്ല, ഞാൻ ആദ്യം ഈ വാട്സപ്പ് ഉണ്ടായ സമയത്ത് ആദ്യമായിട്ട് വാട്സപ്പ് നമ്മൾ എടുത്തല്ലോ. അത് അക്ഷരം മാറ്റിയായിരുന്നു അതിന്റെ ഗ്രൂപ്പിന്റെ പേര്. പിന്നെ അത് അംഗങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ച് ഞങ്ങളത് മാന്യന്മാർ എന്നാക്കി. അപ്പൊ എനിക്കിപ്പോ പേഴ്സണലായിട്ട് ഇന്ന് രാവിലെ കുറെ ഗുഡ് മോർണിംഗുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ ഈ ഗുഡ് മോർണിംഗ് സ്ഥിരമായിട്ട് അയക്കുന്നവന്മാരെ എല്ലാം കൂടെ കൂട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇനി പേഴ്സണലായിട്ട് അയക്കില്ല, ഗ്രൂപ്പിൽ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. അതിപ്പോ തുടങ്ങിയപ്പോ വാട്സപ്പ് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളെ 6 വർഷം 8 വർഷം അല്ലേ? ആ 8 വർഷമായിട്ട് ആ ഗ്രൂപ്പ് ആക്റ്റീവ് ആണ്. അതിലുള്ളവരെ പോലും ഞാൻ പലരുടെ നമ്പറുകൾ പോയിട്ട് പിന്നെ കുറേ പേര് അതിനകത്തുണ്ട്. കൊച്ചു മാന്യന്മാർ എന്നാണ് ആദ്യം അതിന്റെ പേര് വേറെയാണ്. പിന്നെ ഞങ്ങള് ഫാമിലിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഗ്രൂപ്പിന്റെ പേര് അങ്ങനെ കാണണ്ടല്ലോ എന്ന് ഓർത്ത്, ബീപ്പ് അടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ മാന്യന്മാരാക്കി. ഞാൻ ഈ വക സംഭവങ്ങളൊന്നും നോക്കാം. കാരണം ഞാൻ കത്തെഴുതാത്ത ആളായിരുന്നു. ഞാൻ പോയ മാസങ്ങൾ കഴിഞ്ഞിട്ട് 1 മാസമോ 2 മാസമോ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്നതിന് ഇടയ്ക്ക് അച്ഛനും അമ്മയ്ക്കും പോലും ഒരു കത്തെഴുതാത്ത ആളായിരുന്നു. ഇതൊരു നല്ല കാര്യമാണെന്ന് പറയുമ്പോൾ വളരെ മോശമായ കാര്യമാണ്. പക്ഷേ അത് സിഗരറ്റ് വലി നിരന്തരമായി ഭയങ്കരമായിട്ട് വലിച്ചെടുക്കാൻ ബാധിക്കുന്നു.
അവർക്കത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം വരും. കള്ളുകൂടി ചിലർ എന്ന് പറഞ്ഞ പോലെ ഒരു ദുരന്തം ഈ കത്തെഴുതാൻ പഠിക്കാത്ത അല്ലെ കത്തെഴുതാത്ത സ്വഭാവമുള്ള ഞാൻ ഈ വാട്സപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും നോക്കാറില്ല. ഇനി അഥവാ ഗ്രൂപ്പിലുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും ഞാനൊരു അഭിപ്രായവും പറയാൻ പോകത്തില്ല. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് ഒന്ന് സ്ക്രോൾ ചെയ്ത് വിടും. നോക്കിയിട്ട് ഞാൻ കൊച്ചുമാന്യമ്മയിലേക്ക് ആഡ് ചെയ്യാൻ പോകും. കൊച്ചിലെ വലിയ മാന്യം വേണം, അത് പ്രായം കൊണ്ടേ. അപ്പൊ അതാണ് എൻ്റെ ഒരു ഈ മൊബൈൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള എൻ്റെ ഒരു ബന്ധം. എന്നെക്കുറിച്ചുള്ള കഥകൾ പോലും ഞാൻ നോക്കാറില്ല, അതെടുത്ത് പ്രൊമോട്ട് ചെയ്യാറില്ല. നിങ്ങളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ എൻ്റെ പേരൊക്കെ എല്ലാത്തും ഉണ്ട്, എൻ്റെ പേര് ഫേസ്ബുക്ക് ഉണ്ട്, ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്തുള്ള പോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഞാൻ ഇടാറില്ല. അപ്പം സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ വരെ ആളുണ്ടോ? ഇല്ല. പിള്ളേരാരേലും ഒക്കെ അതൊന്നും ഇട് അല്ലെങ്കിൽ ഇത് ഇട് എന്നൊക്കെ പറയും. പിള്ളേർ പറയുമ്പം ഒക്കെ അവർ വേണമെങ്കിൽ എടുത്തിട്ടോളാം എന്നുള്ള രീതിയിൽ പറയും. ഇനി സംഗീത നാടാക്കാനും അവാർഡ് കിട്ടിയിട്ടും വേറെ ഒരു അവാർഡ് കിട്ടിയിട്ടും അതിൻ്റെ ഒരു പടങ്ങൾ പോലും ഞാൻ കൊടുക്കാറില്ല. ഒരു ലൊക്കേഷൻ ഇടാൻ പറഞ്ഞാൽ പോലും ഇന്നലെ ഞാൻ പുള്ളിയുടെ വീട്ടിലോട്ട് വന്നപ്പോഴേ ലൊക്കേഷൻ എന്താ ചേട്ടാന്ന് പറഞ്ഞു. 1 മണിക്കൂർ ഞാൻ ലൊക്കേഷൻ തരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ലൊക്കേഷൻ ഇടാൻ വേറെ കാര്യമുണ്ട്. നമ്മൾ അപ്പൊ അതിനകത്ത് കാര്യം മനസ്സിലാക്കണം. ഇതാണ് ഇവർക്കൊക്കെ എത്ര ബുദ്ധിമുട്ടെന്ന് പറയുന്ന കാര്യം. ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ലൊക്കേഷൻ നോക്കി ഇവിടെ വരും. മറ്റേത് അങ്ങനെയല്ല. ഓരോ സ്ഥലത്തും ചോദിച്ച് ഈ കോട്ടയം രമേശിന്റെ വീട്ടിലേക്ക് പോകുന്നതില്ല, കോട്ടയം രമേശിന്റെ വീട്ടിലേക്ക് പോകുന്നതില്ല എന്ന് ചോദിച്ചോളൂ. കോട്ടയം രമേശ് ഉണ്ടല്ലോ അറിയാമല്ലോ. ഞാൻ രമേശന്റെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് വന്നോണ്ടിരിക്കുക. ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് വണ്ടി റിട്ടേൺ അടിക്കാൻ കഴിഞ്ഞു. ഞാൻ പിന്നെ പെട്ടെന്ന് നോക്കി വേളാങ്കണ്ണി പള്ളി ആരോ പുള്ളിക്ക് അയച്ചു കൊടുത്ത് എനിക്ക് ഫോർവേഡ് ചെയ്തു. ചേട്ടാ തെറ്റിപ്പോയി. ആ പയ്യനെ കൊണ്ട് ഇടിക്കുകയായിരുന്നു. പിന്നെ ചിലപ്പോ മാത്രമല്ല ചേട്ടാ ലൊക്കേഷൻ അല്ല ഞാനെന്നല്ലേ ഇദ്ദേഹം വരത്തില്ലെന്ന്. ഇദ്ദേഹത്തെ ഞങ്ങൾ ഒരുമിച്ചാക്കി പോരുന്നു. കോട്ടയം ടൗണിൽ ആദ്യം എസ്കോട്ടിൽ വരുമ്പോൾ മൊബൈൽ ഫോൺ വരുമ്പോൾ ആദ്യത്തെ ആ 10 പേരുടെ അകത്ത് ഒരാളാണ് ഞാൻ. പിന്നെ രമേശ് ചേട്ടൻ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്, നിർത്തി ചോദിച്ചുവല്ലോ കോട്ടയം രമേശിന്റെ. അപ്പൊ ആ കവല വന്നിട്ട് ചോദിക്കാം ഈ കോട്ടയം രമേശിന്റെ വീട്ടിലോട്ട് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ അപ്പൊ ഇതിൽ നേരെ ആരെങ്കിലും ഒരാൾ അറിയാവുന്നവർ കാണും, ഇല്ല അറിയാൻ പറ്റില്ല. അവര് തമ്മിൽ ഇറക്കുവാ. അതാണ് കോട്ടയം രമേശ്. അപ്പൊ അവർക്ക് അന്വേഷിച്ച വഴി കിടന്നവരാണ് കോട്ടയം രമേശ് ഞാനാണ് വീടാ ഞാനും നോക്കുന്നത്. അപ്പൊ അവരടുത്ത് നോക്കും, അല്ലെങ്കിൽ ജമിനിയോട് ചോദിക്കും. അപ്പൊ ജമിനിയോട് ചോദിച്ചു വഴിയിൽ കിടക്കുവാ. ഞാൻ ചോദിച്ചു കോട്ടയം രമേശിന്റെ വീടതാ. കോട്ടയം രമേശ് വീടാ ഞാനും നോക്കുന്നത്. പിന്നെ എടുത്തോണ്ട് പോവായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ആ ഒരു പ്രതിരോധ ദിവസം നിങ്ങളുടെ സെറ്റിലെ ഏറ്റവും വലിയ സന്തോഷം. അതിഗംഭീരം. അതായത് ഓരോ സമയം സ്പോണ്ടേനിയസ് ആയിട്ട് ഓരോരോ ഇൻസിഡൻസ് വരും. ഇതൊക്കെ സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതായിരുന്നു അവിടെ സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് റിയലി നൈസ്. പക്ഷെ അതിന് എല്ലാം താളം തുള്ളുന്ന അല്ലെങ്കിൽ അതിനെല്ലാം കൊട്ടുപോഷിക്കാനുള്ള ഒരു ഡയറക്ടറോട് ഉണ്ടായിരുന്നുണ്ട്. ഞങ്ങൾ തമാശ പറഞ്ഞ് അത് തീരട്ടെ വെയിറ്റ് ചെയ്തു. അപ്പം പുള്ളി 100 കാര്യങ്ങൾക്ക് വേണ്ടി അപ്പം തല പകഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. ഇതൊന്നും ബാധകമല്ലാത്ത രീതിയിൽ പട്ടണം ഷായ്ക്ക് മേക്കപ്പ് ആൻഡ് സ്റ്റൈലിംഗ് അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഋഷിദിക്കയുടെ കഥ എന്നതിലുപരി വളരെ വർഷങ്ങളായി 50 വർഷത്തോളമായിട്ട് അദ്ദേഹം സജീവമായിട്ട് മേക്കപ്പ് രംഗത്തുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ പ്രസന്ന വേഷ മത്സരത്തിന് ഞാൻ പങ്കെടുത്തപ്പോൾ അന്ന് എനിക്ക് ഷാർക്ക മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനും എനിക്കൊണ്ട് ഒരുമിച്ചാണ് ഞങ്ങളായിരുന്നു മത്സരത്തിന് ഒരുമിച്ചുള്ളത്. അപ്പോൾ ആ ഓർമ്മകൾ പറയും. പിന്നെ രമേശ് ചേട്ടനും പല സെറ്റുകളിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ വരണ്ടാവുക. അപ്പോൾ ഞങ്ങളുടെ ആ ലുക്കിൽ നിന്ന് മാറി ഈ സിനിമയിൽ ലുക്കിലേക്ക് ആക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ട്. ആ സമയം മുഴുവൻ ഇതുപോലെ സജീവമായിരുന്നു. ജോലിയുടെ ഫർദർ നമ്പറുകൾ ആ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ഹെൽപ്പ് ചെയ്തു. എവിടെന്നെങ്കിലും വന്നിട്ട് ഷാർക്കയുടെ ഒപ്പം ഇരുന്ന് ആ മേക്കപ്പ് ഇട്ട് തീരുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഈ തമാശകളിലൂടെയാണ് ഞങ്ങൾ ഈ ക്യാരക്ടറിലേക്കുള്ള പരിപാടികളിലേക്ക് എത്തിയത്. ഓക്കെ, ഞാൻ രമേശ് ചേട്ടനോട് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ട് രമേശ് ചേട്ടൻ എനിക്ക് പ്രോപ്പർ ആൻസർ തന്നില്ല. അതായത് ആസ് എ പ്രൊഡ്യൂസർ, അതായത് നമ്മൾ ആദ്യമായി പ്രൊഡ്യൂസർ പദവിയിലേക്ക് എത്തുകയല്ലേ, അപ്പൊ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു പരിപാടിയൊക്കെ എങ്ങനെയായിരുന്നു ഡീൽ ചെയ്തത്? അല്ല, അതൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ അത് ആ കാര്യത്തിൽ മലയാള സിനിമ എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്, വേണോ അല്ല അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഉള്ള രീതിയിലാണ്. എന്തായാലും നമ്മുടെ ഈ സിനിമയ്ക്ക് നമ്മൾ ആർക്കും 10 രൂപ പോലും കൊടുക്കാനില്ല. ബാധ്യതയില്ല.
അത് പറഞ്ഞു കഴിഞ്ഞാൽ 10 അല്ല 1 ലക്ഷം രൂപ കൊടുക്കാണ്ട് എല്ലാം correct ആയിരുന്നു. ഒന്നുമില്ല. എല്ലാം correct. ഒരു മനുഷ്യൻ അങ്ങനെ ആരും വണ്ടിക്കൂലിയുടെ കാര്യത്തിൽ പോലും ആരും സിനിമയുടെ പ്രൊമോഷൻ ഇന്റർവ്യൂ എടുക്കാൻ വന്നവർക്കോ ഏതാ അതെല്ലാം പക്കായിരിക്കും. അത് ഇനി ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. ഇതെല്ലാം കഴിഞ്ഞാലും അതിനകത്താണ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആരുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് എനർജി ഇതിനുണ്ടാവും. ഈ സിനിമയിലെ അതൊരു വലിയൊരു സംഭവം. കാരണം നമുക്കൊരു അനുഭവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ വളരെ ബുദ്ധിമുട്ടി വണ്ടിക്കൂലി പോലും തരാതെ പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഇതിനകത്തുള്ള പഴയ കാലത്തെ നടന്മാർ പറയായിരുന്നു, എൻ്റെ വീട്ടിലോട്ട് വന്നാൽ ഒരു വീട്ടിൽ ചെക്ക് ചെയ്യാൻ കാണിച്ചു തരാമെന്ന് പറയും. അപ്പൊ അതുപോലെ സിനിമയിലുള്ള ഒരു സംഭവമാണ്. പക്ഷെ അത് ഒരു ഇതായ സാഹചര്യത്തിന്റെ സന്ദർഭത്തിന്റെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ചെയ്തത്. എനിക്ക് തന്നെ എത്രയോ പൈസ കിട്ടാറുണ്ട്. പക്ഷെ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ജീവിത മാർഗം ഇതായി കഴിയുമ്പോൾ നമ്മുടെ പേയ്മെന്റും കൂടെ ഡിലേ ആവുന്ന സമയത്ത് അത് ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ല, അത് നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ആ പ്രശ്നം. ഞാനൊരു നാടകക്കാരനായിരുന്നപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ബുദ്ധിമുട്ടും മാനസികമായിട്ട് ഒരു വിഷമമോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലായിരുന്നു. സിനിമാക്കാരനായപ്പോഴത്തേക്കും പിന്നെ അതിന്റെ നമ്മളിനി എത്ര മാറിയാലും ആളുകൾ സമ്മതിക്കത്തില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പോൾ നമ്മളൊരു പിരിവ് കൊടുക്കുന്ന 50 രൂപ കൊടുത്തിരുന്ന ഒരാളിന് പിന്നെ 5000 കൊടുക്കാൻ ഇപ്പോൾ പറ്റത്തില്ല. അവരത് ചോദിക്കുന്നത് അവർ എഴുതി തരുന്നത് തന്നെയാണ്. പാർട്ടിയുടെ ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും നമുക്ക് ആ ഒരു പാർട്ടിയെ പിണക്കാൻ പറ്റത്തില്ല. കലാകാരനായി ആരെയും പിണക്കാൻ പറ്റത്തില്ല. പിണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അടുത്ത പോസ്റ്റിൽ വരുന്നത് എന്താണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പിന്നെ അവൻ കലാകാരനാണ്. പോസ്റ്റ്മാൻ ആയി കഴിഞ്ഞാൽ തീർന്നത്. മറ്റൊരാളെ പോസ്റ്റ്മാൻ ആക്കാൻ ശ്രമിക്കാതിരിക്കുക കഴിവ്. എനിക്ക് ആ ഒരു ഇതുകൂടെ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പക്ഷെ അതിനെല്ലാം പ്രശാന്ത് എല്ലാ കാര്യത്തിലും ആ കാര്യത്തിൽ ഇതിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഇതെല്ലാം ചെയ്യുന്നതും പ്രശാന്ത് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിന് പ്രശാന്തിന്റെ സത്യത്തിൽ എല്ലാം കൃത്യമായിരുന്നു. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിരുന്നു. അത് പ്രശാന്തിന്റെ ഒരു ഇത് തന്നെയാണ്. ഇല്ലാത്തടത്ത് ഉണ്ടാക്കി പുള്ളി ഇത് തന്നെയാണ്. ഒരു ചെറിയ സിനിമ നമ്മുടെ മനസ്സിലുള്ള വലിയ സങ്കല്പങ്ങളാണ്. ഒരു ചെറിയ സിനിമ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഭക്ഷണത്തിന്റെ പ്രശ്നം ഉണ്ടാവും, അക്കോമഡേഷന്റെ പ്രശ്നം ഉണ്ടാവും, ട്രാവലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഈവൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇഷ്യൂസ് ഉണ്ടാവും. അതെല്ലാം സോൾവ് ചെയ്യാൻ കൂടി പറ്റുമ്പോഴാണ് പ്രോജക്റ്റ് മുഴുവനായി ആവുക. നമ്മൾ സിനിമ മാത്രമേ കാണുന്നുള്ളൂ, പ്രേക്ഷകന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അതിന്റെ പിന്നിലെ പരിപാടികൾക്കുള്ളൊരു സ്ട്രക്ചറിങ് ഉണ്ട്. ആ ഡിസൈനിങ് വളരെ പെർഫെക്റ്റ് ആയി. അപ്പം അമ്പലച്ചേട്ടൻ അതിന്റെ പ്രൊഡക്ഷൻ കമ്പനി എത്രയോ വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. അപ്പൊ അവിടെയൊക്കെ എക്സ്പീരിയൻസ് പിന്നെ കൃഷ്ണൻകുട്ടി ചേട്ടനാണ് ആ ഡയറക്ടർ. കൃഷ്ണൻകുട്ടി ചേട്ടൻ പ്രിയൻ സാറിന്റെ ഒക്കെ ആ ഡയറക്ടർ ആയിട്ടുള്ളതാണ്. അപ്പം അതുപോലെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പ്രോജക്റ്റിൽ നമുക്കൊരു മാതൃക പോലെയാണ്. ഈ വിനോദാണ് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ ഇതിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ തന്നെ ഒരു പകുതി വെൽ ബിഗൺ സാഫ്റ്റ് എന്ന് പറഞ്ഞ പോലെ അത് കഴിയും. പിന്നെ സൂപ്പർ താരങ്ങളൊന്നും ഇതില്ല, ഭയങ്കരമായി റെമുനറേഷൻ മേടിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ സ്വാഭാവികം പിന്നെ അവരോട് നേരത്തെ പറഞ്ഞ സുഹൃബന്ധമുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്ത് ആ എമൗണ്ട് അവർക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ കൃത്യമായിരുന്ന ആ കാര്യങ്ങളൊക്കെ. അതെല്ലാം പ്രശാന്തിന്റെ അശ്രാന്ത പരിശ്രമം എന്ന് പറയാം. അതിന് ഒരുപാട് സുഹൃത്തുക്കളുടെ സഹായ കാര്യങ്ങളും പ്രശാന്ത് എന്ന വ്യക്തിയോടുള്ള ഒരു റെസ്പെക്ട് കൂടി കൊണ്ടാണ്. പിന്നെ സിനിമ ഞാൻ പറഞ്ഞില്ല, സിനിമയ്ക്ക് എന്ത് സംഭവിക്കാം, ഓരോ വെള്ളിയാഴ്ചയും പുതിയ പുതിയ സിനിമകൾ, പുതിയ പുതിയ കൺസെപ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിൽ നമ്മുടെ പ്രതീക്ഷ നമ്മൾ പറയുന്നതും ആൾക്കാർ കേൾക്കും, എൻജോയ് ചെയ്യുന്നതാണ്. ശ്രീകാന്തേട്ടൻ ആഡ് ഫിലിംസ് എടുക്കുന്ന ആഡ് ഫിലിം ഡയറക്ടർ കൂടിയാണല്ലോ. അപ്പം ശ്രീകാന്തേട്ടൻ ഒരു ആഡ് ഫിലിം ഡയറക്ടറിനെ സംബന്ധിച്ചിട്ട് കോൺസെപ്റ്റ്സ്, ന്യൂ കോൺസെപ്റ്റ്സ് കൊണ്ടുവരിക, പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഡേ ടു ഡേ പരിപാടിയാണ്. നമ്മളിങ്ങനെ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ കോൺസെപ്റ്റ്സ് ആയിരിക്കും വരുന്നത്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ രസകരമായി ഒരു കോൺസെപ്റ്റ് പിച്ച് ചെയ്ത ഒരു എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാം, ഏതെങ്കിലും ഒരു ബ്രാൻഡിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഡെയിലി ലൈഫ് ഒന്ന് കണ്ടിട്ട് അത് എടുത്ത ഒരു രസകരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും. ശരിക്കും എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഒന്ന് അഡ്വർടൈസ്മെന്റ് ഉണ്ടാകുന്നത് സിനിമ ഉണ്ടാകുന്നത് പോലെ അല്ലെങ്കിൽ കഥ എഴുതുന്നത് പോലെ അല്ല. അഡ്വർടൈസ്മെന്റ് അതൊന്നും പെട്ടെന്ന് പറയാം. അഡ്വർടൈസ്മെന്റിന് കൃത്യമായൊരു മീഡിയ പ്ലാനിങ് ഉണ്ട്. ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സ്ട്രാറ്റജീസും പഠനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏജൻസികൾ അത് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബേസിക് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ബേസിക് ഫ്രെയിമായിട്ടാണ് പലപ്പോഴും ഏജൻസികൾ നമ്മുടെ അടുത്തേക്ക് വരിക. അവിടെ നിന്ന് നമ്മൾ ചിന്തിച്ച് ആലോചിച്ചിട്ട് തന്നെ ഇപ്പം കല്യാൺ സിക്സിന്റെ കൊമേഴ്ഷ്യൽ ചെയ്യുമ്പോൾ പട്ടാഭിരാമന്റെ സ്റ്റോറി ഓഫ് ബേസിക് തോട്ട് അവിടെ ഉണ്ട്. അപ്പം അതിനെ രണ്ടാമത് നമ്മളതിനെ വ്യാഖ്യാനിച്ച് അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് വേറൊരിടത്തേക്ക് എത്തിക്കുന്ന ജോലിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം സ്വന്തമായി ഞാൻ മാത്രം വരുന്ന ആലോചിച്ചൊരു കൺസെപ്റ്റ് എനിക്കില്ല, അതൊരു കൂട്ടായ്മയാണ്. അപ്പൊ പക്ഷെ അതിന്റെ എക്സൈറ്റ്മെന്റ് ഇപ്പം അസറ്റ് ഹോംസിന്റെ കൊമേഴ്ഷ്യൽ ചെയ്യുമ്പോൾ തിങ്ക് ഡിഫറെന്റ്ലി എന്നുള്ളതായിരുന്നു ബേസ് ലൈൻ. അപ്പോൾ അതിന് ഒരു ബിൽഡറുടേതല്ലാത്ത
പെട്ടെന്ന് ബിൽഡ് ചെയ്യാനുള്ളതൊരു കൺസെപ്റ്റ്. അതായത് ഒരു വലിയ പെരുമഴയത്ത് അനുജത്തിക്കുട്ടി ഒരു ട്രാൻസ്പെറൻറ്റ് ബോളിൽ ഗോൾഡൻ ഫിഷസിനെ എടുത്തിട്ട് പോവാണ്. അപ്പോൾ വലിയ മഴ പെയ്യുമ്പോൾ ഈ കൊച്ചുകുട്ടി കൊച്ചുമോള് ഇതിനെ കയ്യിൽ ഒതുക്കി പിടിച്ച് അതിനൊന്നും പറ്റാതെ അതിനൊതുക്കി പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ജ്യേഷ്ഠൻ ഒരു 2 വയസ്സ് മുതിർന്ന ഒരു 10 വയസ്സൊക്കെയുള്ള 10-12 വയസ്സുള്ള ജ്യേഷ്ഠൻ കൊട പിടിച്ചാണ് ഈ കുട്ടിയെ കൊണ്ട് പോകുന്നത്. ഈ ബോളിൽ നിറച്ച് വെള്ളത്തിനുള്ളിലാണ് ഗോൾഡ് ഫിഷ്. അപ്പോൾ അവരതിനെ കൊണ്ട് പോകുന്ന വഴിക്ക് ശരിക്കും ഒരു ബ്രാൻഡിൻ്റെ ഒരു ബിൽഡേഴ്സിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. വലിയൊരു ഇടിമിന്നൽ ലൈറ്റ്നിങ് ഉണ്ടാകുന്നു, പെട്ടെന്ന് ആ കുട്ടി ഞെട്ടി ഈ ബോൾ താഴെ വീണ് മത്സ്യങ്ങളൊക്കെ ബോൾ പൊട്ടിയിട്ട് മത്സ്യങ്ങളൊക്കെ നിലത്ത് വീഴുകയും ചെയ്യുമ്പോൾ ഈ പയ്യന്റെ കൺസെപ്റ്റാണ് കുട പറന്നുപോയി മറിഞ്ഞു വീഴുന്നുണ്ട്. ആ കുടയിലേക്ക് മറിഞ്ഞു കിടക്കുന്ന കുടയിലേക്ക് 2 തുള്ളി വെള്ളം വീഴുമ്പോൾ അത് ചെറിയൊരു വാട്ടർ ബോഡി ആയിട്ട് മാറുക. അവൻ ആ ഒരു മൊമെന്റിൽ എടുത്ത ഡിസിഷനിൽ ഓടി വന്ന് പിന്നെ നമ്മൾ കാണുന്നത് ഈ നിലത്ത് കിടന്ന് പടയ്ക്കുന്ന മത്സ്യങ്ങൾ ഈ കുടയ്ക്കുള്ളിലെ വെള്ളത്തിൽ ഒഴുകി നീന്തി നടക്കുന്നത്. അപ്പോൾ തിങ്ക് ഡിഫറെന്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അതൊരു ദെൻ ബ്രാൻഡ് അതിന്റെ ചോട്ടിൽ എഴുതുക എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിരുന്നു. അതിൽ ഈ ഇടിമിന്നലിൽ കുട മറിഞ്ഞു പോകുന്നതും ആ കുടയ്ക്കുള്ളിൽ വെള്ളം നിറയുന്നതൊക്കെ ഞങ്ങളുടെ ടീം ഉണ്ടാക്കുന്ന ഒരു ആഡ് ഓൺ ആയിരുന്നു. അതാണ് ആ ഫിലിമിനെ ഡിഫറെന്റ് ആക്കിയത്. അതാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന ഒരു അതിനെ കുറിച്ച് അംഗീകാരങ്ങൾ കിട്ടിയതാണ്. അതേ ഉള്ളൂ. പിന്നെ പലതും അത് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് തോന്നിയത് വീണടം വിദ്യയാക്കുക എന്നുള്ള അതിൽ നിന്നാണോ? ശരിക്കും വേണമെങ്കിൽ അങ്ങനെ പറയാം. അല്ല, അത് പ്രൊഡക്റ്റ് അതായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നത്. ഇതിപ്പോ അതൊരു കറി പൗഡറിൻ്റെതാണെങ്കിൽ നിലത്ത് വീണ മത്സ്യങ്ങൾ പിന്നെ ചിരിച്ചിട്ടി കിടക്കുന്നതാണെങ്കിൽ ഫിഷ് മസാല ഇങ്ങനെയായിരിക്കും. പിന്നെ കൺസെപ്റ്റ് ഓരോ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇതിന് തൊട്ട് മുമ്പേ ഇത് ചീനിച്ചട്ടി കിടന്ന് പെടയ്ക്കുന്ന ഒരു കാര്യം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് വന്നു. അതെന്തായിരുന്നു അതൊന്നും പറയത്തില്ല. മുളക് പുരട്ടി ചീനിച്ചട്ടിക്കകത്ത് കിടന്ന് പെടയ്ക്കുന്ന അവസ്ഥയൊന്നും ആലോചിച്ചു. കുക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇങ്ങനെ കൊണ്ടുപോയതാ കയ്യില്. ഞാൻ പെട്ടെന്ന് ഓർത്തത് നിലത്ത് വീണ്ട് പിന്നെ അത് നെക്സ്റ്റ് കട്ട് ചീന ആയിരിക്കും. അവിടെ നിന്ന് തോട്ട്സ് കട്ട് ചെയ്തു. ശരിക്കും ഇത് നമ്മൾ തമാശയായിട്ട് ഇങ്ങനെയുള്ള ഡിസ്കഷനിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പം വേറൊരു സ്റ്റോറിയായി നമ്മുടെ ചുറ്റിനുമാണ്. ഇപ്പം പീയൂഷ് പാണ്ഡ്യയുടെ ഒക്കെ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ഒക്കെ എടുത്ത് വായിച്ചാൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾ പുസ്തകം വായിക്കുന്നത് കൊണ്ടോ മറ്റാൾക്കാർ ചെയ്തു വെച്ചത് കാണുന്നത് കൊണ്ടോ നിങ്ങൾ ക്രിയേറ്റീവ് പേഴ്സൺ ആവില്ല. നിങ്ങൾ വഴിയിലേക്ക് ഇറങ്ങും, ലോകം കാണും. പുറത്തേക്ക് ഇറങ്ങി നടന്നാൽ ഒരു ദിവസം രാവിലെ നമ്മൾ നടന്നാൽ നമ്മളുടെ കൺമുമ്പിൽ കാണുന്നതെല്ലാം നമുക്ക് പിന്നീട് പ്രയോജനപ്പെടുത്താം. ഞാൻ ശ്രീകാന്തനോട് ഇത് ചോദിക്കാനുള്ള റീസൺ ഇത് തന്നെ. കാരണം എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ആഡ് ഫീൽഡിലാണ്, ആഡ്സ് ഡയറക്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ പുറത്ത് വന്ന സമയത്തും എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ എടുക്കുന്നതാണ്. ചുമ്മാ നോട്ട് പാഡിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ വെറുതെ. അപ്പൊ ഞാനിത് ഇങ്ങനെ കാണുന്നുണ്ട് ഡേ ടു ഡേ ലൈഫിൽ. നമ്മുടെ സിനിമയ്ക്ക് പോയാലും എവിടെ പോയാലും ഈ ഒരു പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഏറ്റവും നല്ല എക്സസൈസ് ആണ്. നമുക്ക് മുൻകാലങ്ങളിൽ പല ഇന്നിപ്പോ നമ്മൾ പല പ്രഗത്ഭരായിട്ട് കാണുന്ന പേരെടുത്ത് പറയുന്നില്ല. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയ ഡയറി ഉണ്ട്, എന്ത് കാണുമ്പോഴും എഴുതി വെക്കും. പിന്നീട് മൊബൈൽ ഫോൺ വന്ന കാലമാകുമ്പോൾ എല്ലാം അത് അദ്ദേഹം കാണുന്നത് പോലെ തന്നെ വോയിസ് നോട്ട്. വിനീത് ശ്രീനിവാസൻ ആണോ ചേട്ടാ? വിനീതാണ് പരിപാടി. വിനീത് അപ്പൊ കിട്ടുന്ന സാധനങ്ങളൊക്കെ വിനീത് നോട്ട് ചെയ്ത് വോയിസ് അയച്ച് ഇടുന്നത് ഞാൻ വോയിസ് നോട്ട് ആക്കി വെക്കുന്ന സ്വഭാവമുണ്ട്. ഇവൻ ട്യൂൺസ് എം ജയചന്ദ്രനൊക്കെ യാത്രയുടെ ഇടയ്ക്ക് പെട്ടെന്ന് ട്യൂൺസ് മനസ്സിൽ വന്നിട്ട് മിണ്ടാതിരിക്കുന്ന ആള് പെട്ടെന്ന് എഴുന്നേറ്റ് റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് പിന്നീട് വലിയ പാട്ടുകളായിട്ടൊക്കെ മാറുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, എനിവേസ് എന്തായാലും നമ്മൾ ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ജൂൺ 19 തീയതി സിനിമ റിലീസ് ആവാൻ പോവാണ്. അപ്പം അസീഷ് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? വളരെ രസമുള്ള കൂട്ടായ്മയിലുണ്ടായ സിനിമയാണ്. നേരത്തെ പറഞ്ഞു, ഓരോ ആഴ്ചയിലും പുതിയ പുതിയ സിനിമകൾ വരുന്നു. നമ്മൾ ഈ സിനിമയിലോട് ട്രൈ ചെയ്തിട്ടുള്ളത് വളരെ ഗ്രാമത്തിന്റെ കഥ, അത് കുറച്ച് അന്യം പോയി എന്ന് പറയില്ലേ, ഗ്രാമത്തിന്റെ കഥ പറയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. കാവാല നാടകവിക്ക് സാറിന്റെ 5-6ഓളം കവിതകളാണ് ഈ സിനിമയിൽ പാട്ടായിട്ട് വരുന്നത്. പിന്നെ വളരെ നിഷ്കളങ്കരായിട്ടുള്ള കുറെ കഥാപാത്രങ്ങളെയും അവരുടെ ട്രഷർ ഹണ്ടും ഒക്കെ ആ യാത്രയൊക്കെയാണ് സിനിമ. അപ്പോൾ അതിനെ പോലെയൊക്കെയാണ് വളരെ പ്രഗത്ഭരായിട്ടുള്ള നടന്മാർ ഞങ്ങൾക്കൊപ്പം ഈ സിനിമയിലുണ്ട്. പിന്നെ പ്രേക്ഷകരാണ് സിനിമയുടെ വിജയമൊക്കെ തീരുമാനിക്കുന്നത്. സിനിമ കാണാൻ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ആൾക്കാരോട് പറയാം, അങ്ങനെ ഈ കൊച്ചു സിനിമയെന്ന് വിജയിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇന്റർവ്യൂ എങ്ങനെ? നന്നായിരുന്നു.
ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് 19-ാം തീയതി കാണാം. തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് സഹായിക്കണം. അതാണ് യെസ്.